ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചിക്കൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മീൻ വാങ്ങാനായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചിക്കൻ കടയുടെ മുന്നിലെത്തുമ്പോൾ പിള്ളേർക്ക് ചിക്കൻ മതി. കഴിഞ്ഞ ആഴ്ചയിലും ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ആവുന്ന പറഞ്ഞത് നമുക്കിനി അടുത്ത ആഴ്ചയിലെങ്ങാനും വാങ്ങിക്കാമെന്ന്. പക്ഷെ കേൾക്കണ്ടായോ, അവരിങ്ങനെ അങ്ങോട്ട് വലിയ നിർബന്ധം പറയാറുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കനാകുമ്പോൾ പിന്നെ ഒരു കറി മതിയല്ലോ. നാടൻ കോഴി ആയിരുന്നെങ്കിലും വേണ്ടതില്ലായിരുന്നു. എങ്ങനെ ആഷ്മി സമ്മതിക്കത്തില്ല. ആഷ്മിക്ക് ബ്രോയിലർ ഇറങ്ങും. നാടൻ കോഴി മേടിക്കുന്ന സമയത്ത് തിരിഞ്ഞു പോലും നോക്കത്തില്ല കേട്ടോ. ഞാനങ്ങനെ മേടിക്കാറുമില്ല. അതുകൊണ്ട് പിന്നെ കൊതി വരുമ്പോൾ ഇടയ്ക്കൊന്നും മേടിക്കാം. അപ്പോൾ ലച്ചു എന്നോട് പതുക്കെ പറയുമായിരുന്നേ, നമുക്ക് ആഷ്മി പറ്റിക്കാമെന്ന്, നാടൻ കോഴി മേടിച്ചിട്ട് ബ്രോയിലറാണെന്നും പറഞ്ഞു. എവിടെ നിന്ന് അവർക്ക് ഇതൊക്കെ മനസ്സിലാവും. എന്നുവെച്ചാൽ അതിനകത്ത് മൊത്തം കൂടുതലല്ലേ. പക്ഷേ ടേസ്റ്റി ആയിരുന്നു, എന്ത് ചെയ്യാനാ. അപ്പോൾ പിന്നെ ഒരു പുളിശ്ശേരിയും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പം പുളിശ്ശേരിയും ചിക്കനും കൂടെ ഇവിടെ ആഷ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലച്ചുവിന് പിന്നെ ചിക്കൻ കറി മതി. ഇവിടെ പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ എനിക്കും ചിക്കൻ്റെ ചാറൊക്കെ മതി. പിന്നെ അമ്മയ്ക്കും വേണം ഒഴിച്ചു കൂട്ടാൻ. എന്തായാലും പുളിശ്ശേരി വെച്ച് നമുക്ക് 2 ദിവസം കൂട്ടാമല്ലോ. നാടൻ കോഴിയെ ഓർത്തപ്പം പിന്നെ നാടൻ കോഴി വെക്കുന്നത് പോലെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. കൊച്ചുള്ളിയും പെറ്റ തേങ്ങാക്കൊത്തും ഗരം മസാലയൊക്കെ ഇട്ട് നാടൻ കോഴി വെക്കുന്നത് പോലെ ഞാനങ്ങ് വെച്ച് സമാധാനിച്ച്. ഞങ്ങൾ 3 പേരൂടെ വാതോരാതെ ഇങ്ങനെ വലിയ കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പം അതുപോലെ വോയിസ് റെക്കോർഡായില്ല. വലിയ കാര്യത്തിൽ സംസാരിക്കുമായിരുന്നു. ബെല്ലാമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ബെല്ലാമ്മയെ കുളിപ്പിക്കുന്ന അമ്മയാണ് കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ മിക്കുവിനെയും റോക്കിയും പപ്പിയും പിങ്കുവിനെയും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ കുളിപ്പിച്ചു കേട്ടോ. അവരെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ തന്നെ കുളിക്കാൻ പോയത്. അവരെ രാവിലെ കുളിപ്പിച്ച് കഴിയുമ്പം നമുക്ക് അത്രയും ജോലി അങ്ങ് ഒഴിയും കേട്ടോ. പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. എനിക്കിവരെ കുളിപ്പിച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ സമാധാനം. കുളിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിലങ്ങ് എന്തോ പോലെ. വൈകുന്നേരം കുളിപ്പിക്കാനിരുന്നാൽ നടക്കത്തില്ല, ഉച്ചയ്ക്കും കുളിപ്പിക്കാനിരുന്നാൽ പിന്നെ ക്ഷീണമാവും, അവശതയാവും. രാവിലെ ആകുമ്പോൾ ഈ പരിപാടി അങ്ങ് നടക്കും. അങ്ങനെ 4 പേരെയും ഞാൻ കുളിപ്പിച്ച്, ബെല്ലയെ അമ്മയും കുളിപ്പിച്ച്. അപ്പം പിന്നെ രാവിലെ മുതലേ വലിയ ചൂടും ആവിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉണങ്ങുന്ന കാര്യത്തിൽ പ്രശ്നമില്ല കേട്ടോ. ഒന്ന് തോർത്ത് വിട്ട് കഴിഞ്ഞാൽ അന്നേരം നിമിഷം അങ്ങ് ഉണങ്ങും. കൂടും നമ്മൾ കഴുകി നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ കൂടും ഉണങ്ങി കിട്ടും കേട്ടോ. അതുകൊണ്ട് പിന്നെ കാലാവസ്ഥയ്ക്ക് പ്രശ്നമൊന്നുമില്ല. രാവിലെ കുളിപ്പിക്കുന്നുണ്ട് അവർ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ബെൽറ്റൊക്കെ ഊരി സുന്ദര കുട്ടപ്പനും കുട്ടപ്പിമാരുമായിട്ടിരിക്കുന്നുണ്ട്. ഇനി വൈകുന്നേരം ഒന്ന് ചീപ്പി വേസ്റ്റ് രോമം എല്ലാം ഒന്ന് കളയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടൊന്ന് സുന്ദരം റോക്കിയുടെ നാണത്തോടുള്ളത്. എന്തൊരു ഷേപ്പ് ഇത്. പിന്നെ ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂള് റേഷൻ കടയൊക്കെ അവധിയുള്ളൊരു ദിവസമായതുകൊണ്ട് ഇവിടെ ഉണ്ട് എല്ലാവരും. അതുകൊണ്ട് തന്നെ ജോലിയിലും അതിൻ്റേതായിട്ടുള്ള താമസങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു 2 കൂട്ടം കൂട്ടാൻ വെക്കാനുള്ളെങ്കിലും 1 മണി വരെ അടുക്കളയിൽ നിൽക്കേണ്ടുന്നൊരവസ്ഥയായിപ്പോയി കേട്ടോ. പിന്നെ അടുക്കളയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ജോലിയെല്ലാം ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഒരു ചൂലുവാട്ടങ്ങ് ഇറങ്ങും. ഒരു 12 മണി വരെ അയ്യവും തൂത്തും മിറ്റവും തൂത്ത് വേണമെങ്കിൽ അപ്പുറത്തെ ആളിൻ്റെ പറമ്പും കൂടെ തൂത്ത് കൊടുക്കും. ഇപ്പൊ സ്ഥിരം അഴിച്ചു വിട്ടാൽ കൊച്ചമ്മമാരെല്ലാം കൂടെ വണ്ടിയുടെ സൈഡിലും കിടന്ന് മൊത്തം സെർച്ചിങ് ആട്ടോ. ഒരു എലി ഉണ്ടായിരുന്നു, ആ എലിയെ ചാടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചുങ്ങളെല്ലാം കൂടെ. ലൗറ്റമ്മച്ചി അങ്ങോട്ട് നോക്കിയാട്ട് തലയും പിങ്കുവിന് തല കാണാനില്ല. ഇന്നത്തെ എലിയൊക്കെ ഉള്ളപ്പോഴാണ് ഇവരിങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് കേട്ടോ. നമ്മള് ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ എലി പോന്ന് അവര് കണ്ടില്ല. അവര് കാണാതെ എലി പുറത്ത് ചാടി പോയിട്ടുണ്ട്. പക്ഷെ അവര് കണ്ടില്ലെന്നാണ് നമ്മുടെ ആഷ്മി പറയുന്നത്. അപ്പം വീണ്ടും എലി ഉണ്ടെന്നും പറഞ്ഞ് ഇല്ല, എലി പോയാലും ആ സ്മെല്ല് അവിടെ തന്നെ ഉണ്ടല്ലോ. ആരാ എലിയ? എവിടെ എവിടെ? ആ എലി കയറി ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ല അവർക്ക്. അവര് പോയോന്നിങ്ങനെ തല, എലി ആളുകൊള്ളാലോ. അവര് പോയോന്നിങ്ങനെ തല വെളിയിലിട്ടിട്ട് നോക്കട്ടെ. വണ്ടിക്കത്ത് പോരലാവും. പിങ്കോ എന്താ കാണിക്കുന്നേ? അമ്മച്ചി പറഞ്ഞിട്ടില്ലേ നാഹം ഒന്നുമില്ല, നമ്മള് വെട്ടിവിടുന്നേ. എന്നാലും വണ്ടിക്കത്ത് പോരലാവത്തില്ലേ? പോയി എലി പോയി മോനെ. എലി പോയിന്നാ. എന്താ ഇങ്ങ ഇറങ്ങി വാ. എലി കണ്ട് ഇതിനകത്തിരിപ്പുണ്ട് കേട്ടാ. എലി ഇതിനകത്തിരിപ്പുണ്ട്. അനെ നിങ്ങളെ കാണാതെ എലി ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടാ. ഇനി എലിക്ക് രക്ഷയില്ല. ഞങ്ങള് ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഞങ്ങളും എലി ചാടിപ്പോയി കേട്ടാ. എലി പോയതറിയാതെ അവര് വീണ്ടും എന്തായാലും അവര് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എലിയൊക്കെ കയറി ഇരുന്ന് വയറൊക്കെ കണ്ടിച്ച് കളഞ്ഞ്. എന്തേ പെമ്പിള്ളേരെ അങ്ങോട്ട് പോയി? എനിക്കിപ്പോ അവള് നിങ്ങളുടെ പറയല. ഇവിടെ ഇല്ലേ? എവിടെ പോയി? എല്ലാം കൂടി ഇതിന്റെ കീഴിലുണ്ടോ? ഇതിന്റെ കീഴിലുണ്ടോ എല്ലാരും കൂടെ? നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ എലിയെ പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് സമയമില്ല. എലി പോയ തൊട്ട് മന്ദബുദ്ധികളെ മനസ്സിലാക്കുന്നില്ലല്ലോ. എലി പോയത് മനസ്സിലാക്കുന്നില്ല.
അത് മന്ദബുദ്ധികളായ ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പം നീണ്ട വൈകിട്ട് പുതിയ വീട്ടിലോട്ട് വന്നേ കേട്ടോ. വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് വന്നതാണ്. അപ്പം നമ്മുടെ വർക്ക് ഏരിയ കിട്ടും കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് വിറവടുപ്പൊക്കെ അകത്ത് സെറ്റപ്പ് ഉണ്ടാക്കിയില്ലായിരുന്നില്ല. അപ്പം പുറത്ത് നമ്മളായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്. ബാക്കി നമ്മൾ കോൺട്രാക്ട് കൊടുത്താണ് ഇത് നമ്മളായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിറവടുപ്പിനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗ്യാസ് കുറ്റി വെക്കാനുള്ള പുറത്ത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് ഇനി പുറത്ത് ഒരു അടപ്പും കൂടെ വരുമല്ലോ നേരം. ഓക്കെ, ഇത് ഗ്യാസ് കുറ്റി വെളി വെക്കാനുള്ള സംവിധാനം. അങ്ങനെ കണ്ട. ഇനി നമുക്ക് കിണറിൻ്റെ സൈഡൊന്ന് കെട്ടണം. പിന്നെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വസ്തു മേടിച്ചപ്പോൾ അവർ പുതിയ വീട് വയ്ക്കാനായിട്ട് ഫൗണ്ടേഷനൊക്കെ കെട്ടിയിട്ടിരുന്നത്. അപ്പോൾ അവർ ഉണ്ടാക്കിയ ബാത്റൂം കേട്ടോ. അപ്പം അവരിത് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതൊന്ന് കെട്ടിയെടുത്ത് അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 3-5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കാമല്ലേ, ഉപയോഗിച്ചിട്ടേ ഇല്ല അവർ. പിന്നെ ബൈക്കിൽ കുറച്ച് സ്ഥലം മതിൽ കെട്ടാനുണ്ട്. ബാക്കി സൈഡെല്ലാം നമ്മൾ തന്നെ നേരത്തെ കെട്ടിയായിരുന്നു. ബൈക്കിൽ കെട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണ്ണുണ്ടായിരുന്നു എടുക്കാനായിട്ടേ. അപ്പം നമ്മുടെ എല്ലാ പുറവശത്തെ വീട്ടുകാർ അവർ നമുക്ക് റയ്യത്തൂടെ സ്ഥലം തന്നായിരുന്നു റബ്ബറും തൈ വെക്കുന്നതിന് മുന്നേ. അങ്ങനെ JCB കൊണ്ടുവന്നിട്ട് കുറേ മണ്ണൊക്കെ എടുത്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ കെട്ടാഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ കെട്ടണം. കുളിമുറിയും ടോയ്ലറ്റ് വൃത്തിയാക്കണം, കിണർ, പിന്നെ വർക്ക് ഏരിയ, പിന്നെ ഫിറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ. പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെ എല്ലാം ഫിറ്റിങ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതുകൂടെയൊക്കെ കഴിഞ്ഞാൽ പൂർത്തിയാവും വീട് പണി. ഇതൊക്കെയാണ് വീട് പണിയുടെ അപ്ഡേഷൻ. വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിറവടുപ്പിലുള്ള നമ്മളെ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, അത് സെറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്താണ്. അത് നമ്മുടെ മറ്റേ ഗ്യാസ് അടുപ്പൊക്കെ വയ്ക്കുന്നത് നമ്മുടെ അടുക്ക. അത് തുറന്നിട്ട് പിന്നെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേഷൻ. ഏകദേശം പണി പൂർത്തിയാവാറായി. പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് പാലുകാച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഗൾഫിലൊക്കെ പ്രശ്നമല്ലേ. അപ്പം ഗൃഹനാഥന് നാട്ടിലെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പം എപ്പോഴായാലും വന്നിട്ട് പാലുകാച്ച നടക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നതിലൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ നമ്മൾ മാർച്ചിലൊക്കെ നമ്മളെ മലക്കടക്ക് നമ്മുടെ ഉത്സവത്തിന് മുമ്പൊക്കെ മാറണമെന്നായിരുന്നു. അപ്പം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം.